അടൂർ പ്രകാശ് എം പി ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. ഇന്നലെ അതിജീവിതയ്ക്ക് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടൊരു പ്രസ്താവന ഇലക്ഷൻ ദിവസത്തിനുണ്ടാകുന്നു. കോൺഗ്രസ് നേതാക്കളൊക്കെ അതിനകത്ത് ഭിന്നാഭിപ്രായമായി വരുന്നു. അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് വനിതാ നേതാക്കളടക്കം രംഗത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് നിലപാട്? ഞാൻ ഇന്നലെ പ്രതികരിച്ച മുഴുവൻ കാര്യങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ചില കാര്യങ്ങൾ മാത്രം എടുത്ത് അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് 24 ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ചില മാധ്യമങ്ങൾ വന്നത് അങ്ങനെയാണ്. പക്ഷേ ഞങ്ങൾ അതിജീവിതയോടൊപ്പം തന്നെയാണ് എന്ന് ഞാൻ ഇന്നലെ രാവിലെ തന്നെ പ്രതികരിച്ചതാണ്. പക്ഷെ അത് മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രം വരികയുണ്ടായി. സത്യത്തിൽ ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമെന്ന് പറയുന്നത് ശബരിമലയിലെ തീവട്ടിക്കൊള്ളയാണ്. 500 കോടി രൂപയിലധികം പണം കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ട് അതേക്കുറിച്ച് ഒരു ചർച്ച ഇല്ലാതാകുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ തന്ത്രപരമായ നീക്കത്തിൽ സ്വാഭാവികമായും മാധ്യമങ്ങളും വീണുപോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഇന്നലെ രാവിലെ ഇങ്ങനൊരു UDF കൺവീനറുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്തൊരു നിലപാടാണ് വന്നത്. ആദ്യം തന്നെ ആ പ്രതികരണത്തിനകത്ത് ദിലീപിന് ഇപ്പോൾ മാന്യമായൊരു വിധി വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് നീതി ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിന് പൂർണ്ണമായിട്ടും അല്ല, ഞാൻ ആ വിഷയത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. എന്തായാലും നാളെ അടുത്ത ഘട്ടം, 2ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് നടത്തിയ തീവട്ടിക്കൊള്ള തന്നെയാണ്. ആ തീവട്ടിക്കൊള്ള ജനങ്ങൾ അറിയണം. അപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFൻ്റെ കൺവീനറാണ്. അപ്പം ഷാനിമോൾ ഉസ്മാൻ ഇന്നലെ രൂക്ഷമായ പ്രതികരണമാണ് താങ്കൾക്കെതിരെ നടത്തിയത്. അങ്ങനെ ഒരിക്കലും പാടില്ലാതെ കോൺഗ്രസിൻ്റെ നിലപാടല്ല, പാർട്ടിക്ക് ഉള്ള നിലപാടിൽ തന്നെ പോകണം, അല്ലാതെ വ്യക്തിപരമായ നിലപാട്. അപ്പോൾ അതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ. അല്ല, അതൊക്കെ അവരോട് വീണ്ടും ചോദിച്ചാൽ മതി. ഞാൻ ഇന്നലെ രണ്ടാമത് വീണ്ടും പ്രതികരിച്ചിട്ടുണ്ട്. രണ്ടാമത് പ്രതികരിച്ച കൂട്ടത്തിലും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. സർക്കാർ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയുള്ള ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഞാൻ രണ്ടാമത് പറയുകയുണ്ടായി. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ട് ഞങ്ങളോട് പറയാം. അത് തീർച്ചയായിട്ടും അത് KPCCയുടെ ഒരു നിലപാടാണ്. ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ട് തോന്നുന്നു. ഞാൻ രണ്ടാമത് ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു. രണ്ടാമതൊന്നല്ല, ആദ്യം തന്നെ പറഞ്ഞ കൂട്ടത്തിലുള്ള അത് മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ട് കുറച്ച് ഭാഗം മാത്രം കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തായാലും KPCC എടുത്ത ഒരു നിലപാടിൽ നിന്ന് ഞങ്ങൾ ഒരു തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ആ തെരഞ്ഞെടുപ്പ് ആയി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിലെ കൊള്ള, അതേക്കുറിച്ച് ജനങ്ങൾ അറിയണം, അതേക്കുറിച്ച് ചർച്ചയുണ്ടാകണം. ആ ചർച്ച ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനും അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക മാത്രമല്ല, ഭക്തജനങ്ങളായിട്ടുള്ള നിരവധി ആളുകളാണ് ശബരിമലയിൽ വരുന്നത്. ചോദ്യം കൂടെ, KPCC എടുത്ത നിലപാട് സർക്കാരിനെതിരെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ വീഴ്ച എന്ന് കൂടി UDF പറയുകയാണോ ഇതിന് പിന്നാലെ? അല്ല, സർക്കാരിനെതിരെ എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗം ശരിയായിരുന്നു എങ്കിൽ വിധി നേരെ തിരിച്ചു വരില്ലേ? പ്രോസിക്യൂഷൻ്റെ ഭാഗം ശരിയായിരുന്നുവെങ്കിൽ വിധി. ദിലീപിൻ്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതാണ് ഈ പ്രശ്നമായതെന്ന്. അല്ല, അത് ഒരു കോടതിയുടെ ഒരു വിധി, ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ വിടുതൽ ചെയ്തിരിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ നോക്കട്ടെ. അത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് അത് തെറ്റാണ് എന്ന് പറയാൻ തയ്യാറാകുന്നില്ല. അത് തയ്യാറാകുന്നതിന് പകരം മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയാണ് വിഷയം. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ അത് മാധ്യമങ്ങളത് മറ്റു രീതിയിലേക്ക് കൊണ്ടുപോയി താൻ പറഞ്ഞ കാര്യത്തിൽ നിന്നും വിഭിന്നമായൊരു ശകലം അത് പ്രചരിപ്പിച്ച് തന്നെ വെട്ടിലാക്കി എന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊന്നുമല്ല വിഷയം. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം നിലവിലുണ്ടെന്നും അടൂർ പ്രകാശ് MP ഇപ്പോൾ 24-നോട് പറഞ്ഞിരിക്കുകയാണ്.